വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് ഹോണർ X8B. ഏകദേശം ഒരാഴ്ചക്ക് പുറത്തായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള നെഗറ്റീവും പോസിറ്റീവും അടങ്ങിയിട്ടുള്ള ഒരു ധാരണ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. നമുക്ക് സമയം കളയാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സ്മാർട്ട് ഫോൺ കൂടാതെ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് ലഭിക്കുന്നുണ്ട്. 35 വാട്ടിൻ്റെതാണ് ചാർജർ അഡാപ്റ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Type A to Type C ചാർജിങ് കേബിൾ. മറ്റുള്ള കമ്പനികളൊക്കെ പ്രകൃതിയെ വാരിക്കോരി സ്നേഹിക്കുന്ന സമയത്ത് ഇവന്മാർക്ക് വലിയ താല്പര്യമൊന്നും അതിലില്ലാന്ന് തോന്നുന്നു. കാരണം Type C to 3.5mm ഒരു ഇയർഫോൺ ജാക്കും ഒരു ഇയർഫോണും ഈ ഒരു ബോക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഗ്ലാമറസ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ ടൈറ്റാനിയം സിൽവർ, മിഡ് നൈറ്റ് ബ്ലാക്ക്. ഈ ഒരു ഗ്ലാമറസ് ഗ്രീനിലാണ് ലെതർ ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാമറസ് ഗ്രീനിൽ ബാക്ക് പാനലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ലെതർ ഫിനിഷിംഗ് ആണ് വരുന്നത്. അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചർ നമുക്ക് കാണാൻ സാധിക്കും. ബോക്സി ആയിട്ടുള്ള ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. അതുപോലെ തന്നെ 3 ക്യാമറയും ഒരു ഫ്ലാഷ് ലൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇതിൻ്റെ ബോഡി വെയ്റ്റും അതുപോലെ തന്നെ ബോഡി തിക്നെസ് ആണ്. ഈ ഒരു ലെതർ ഫിനിഷിംഗിൽ ഉപയോഗിച്ചിരിക്കുന്നത് 6.98mm ആണെങ്കിൽ മറ്റുള്ള 2 കളേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെറും 6.78mm ആണ് ബോഡി തിക്നെസ്. അതുപോലെ തന്നെ 166 ഗ്രാം ആണ് ഇതിൻ്റെ ബോഡി വെയ്റ്റ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെന്ന് പറയാം. അതുപോലെ തന്നെ 4 എഡ്ജസിലായിട്ട് നമുക്കൊരു കേർവ് ഡിസൈൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിതിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവൻ ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെങ്കിൽ കൂടിയും നമുക്ക് എഡ്ജസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു 2.5D എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു കർവ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭംഗി അത്യാവശ്യം നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി ഫ്രെയിം എനിക്ക് പ്ലാസ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് പക്ഷേ എന്താണെന്നൊരു ഉറപ്പില്ല. അലൂമിനിയം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറോട് കൂടിയുള്ള പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ വരുന്നത്. അതിൽ നമുക്ക് ഡ്യുവൽ നാനോ സിം കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. താഴ്വശത്തായിട്ട് നമുക്കൊരു ഇൻറ്റേർണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. 1200 nits ആണ് ഹൈ ബ്രൈറ്റ്നസ് മോഡെങ്കിൽ. 2000 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ ഏത് സിറ്റുവേഷനിൽ നമ്മൾ വെളിയിൽ പോയാൽ പോലും നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ സാധിക്കും. 394 പിക്സൽ പെർ ഇഞ്ചാണ് ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ബോഡി ടു ഡിസ്പ്ലേ റേഷ്യോ എന്ന് പറയുന്നത് 93.7% ആണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. വളരെ തിന്നായിട്ടുള്ള ബസിലാണ് 4 സൈഡിലും കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഒരു ഡൈനാമിക് ഐലൻഡ് എന്നുള്ള രീതിയിലുള്ള ഒരു നോച്ച് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. അതിൽ തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും സെൽഫി ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3240 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് ടെക്നോളജിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റിലൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലൊക്കെ നോക്കി നിന്നാൽ തന്നെ വലിയ രീതിയിലുള്ള സ്ട്രെയിനോ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ണിൽ ഫീൽ ചെയ്യില്ല. മറ്റുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് രാത്രിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഡിസ്പ്ലേ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള, ഷാർപ്പ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കാണാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിലും 120 Hz ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയനെ. Qualcomm Snapdragon 680 എന്ന് പറയുന്ന 4G ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6nm ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒക്ടാ കോറിൽ 2.4 GHz ആണ്. ക്ലോക്ക് സ്പീഡ് Adreno 610 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. ഇനി ഈ ഒരാഴ്ച യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്ക് അത്ര പറയത്തക്ക രീതിയിൽ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ 3 മെമ്മറി വേരിയന്റിലാണ് ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 8GB റാമിൽ 128, 8GB റാമിൽ 256GB, 8GB റാമിൽ 512GB. പക്ഷേ നിലവിൽ ഇപ്പോൾ ഖത്തറിൽ ഒരൊറ്റ മെമ്മറി വേരിയൻ്റേ ഉള്ളൂ. 8GB റാമിൽ 512GB മെമ്മറി വേരിയൻറ്റ്. അതിൽ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമല്ല. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. അതുപോലെ തന്നെ അപ് ടു 8GB വരെ നമുക്കിതിൽ റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഡ്യുവൽ 4G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.0 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടല്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ Android 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. മാജിക് OS വേർഷൻ വരുന്നത് 7.2 ആണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള ആ ഒരു അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബ്ലോട്ട്വെയർസോ ആഡ്വെയർസോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ചെറുതായിട്ട് മാത്രമേ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് ആസ്വദിക്കാൻ സാധിച്ചത്. ഇപ്പോഴും ചില ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണോ ഹോണർ സ്മാർട്ട് ഫോണുകൾ എന്ന് ചോദിക്കുന്നവരോട്.
പ്ലേ സ്റ്റോറും അതുപോലെ തന്നെ മറ്റുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എങ്ങനെയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത്തരത്തിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഫോണുകൾ തന്നെയാണ് ഹോണർ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4500 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. 35 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ഏകദേശം 70 to 75 മിനിറ്റ്സ് കൊണ്ടാണ് എനിക്ക് ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഓവറോൾ ബാറ്ററി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് 5000 mAh ബാറ്ററി ഉൾപ്പെടുത്താതിരുന്നത്. ഇത്രയും സ്ലിം ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആക്കിയത് കൊണ്ടാണ് ഒരുപക്ഷെ അവർ ആ ഒരു 5000 പകരം 4500 mAh ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിനോടടുത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്കൊരു മോർണിംഗ് ടു ഈവനിങ് എന്നുള്ള രീതിയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലൗഡി എന്നുള്ള ഫീൽ ഇല്ല എങ്കിലും പക്ഷേ വളരെ കുറഞ്ഞ ഒരു സൗണ്ട് ഔട്ട്പുട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു എബോ ആവറേജ് ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്താത്തത് ഒരു പോരായ്മയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്പെൽറ്റ് 9 ആണ്. ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ഞാനും മക്കളും മാറി കളിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സർ വെച്ചുകൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നതിനെ കൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ അല്ല. അതല്ല മറിച്ച് ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ഈവൻ ആസ്പെൽറ്റ് 9 അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്കിതിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൈം പാസ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്ത ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും ഇത്. ഇനി അതല്ല വളരെ ഗംഭീരമായിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് തേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റാത്ത ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഇത്. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 108 മെഗാ പിക്സൽ മെയിൻ ലെൻസ്, 5 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാ പിക്സൽ മാക്രോ സെൻസർ. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഒരു സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മിക്ക സമയത്ത് എനിക്ക് ഫോട്ടോ ഔട്ട്പുട്ട് ലഭിച്ചതായിട്ട് കാണുന്നത്. സ്പെഷ്യലി ഡയലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് മിക്ക സമയത്തും. അതുപോലെ തന്നെ ഒരു 99% സിറ്റുവേഷൻ സമയത്തും ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇത്തിരി വൈബ്രൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോ ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ക്വാളിറ്റി അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ സൂപ്പർബായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് 5 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് ആയിട്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മാക്രോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും 2 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഫീൽ ചെയ്തത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ സെൽഫി ക്യാമറയോടൊപ്പം തന്നെ നമുക്കിതിൽ ഫ്ലാഷ് ലൈറ്റ് കൂടി ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഇവൻ നല്ല ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതല്ല ഡയലൈറ്റ് പെർഫോമൻസിനെ കുറിച്ചും സൂപ്പർബായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് മിക്ക സമയത്ത് ലഭിച്ചിട്ടുള്ളത്. ചില ഫോട്ടോസൊക്കെ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. അത് പോർട്രേറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ HDR പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊരു പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓവറോൾ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ അത് റിയർ ആണെങ്കിലും സെൽഫി ആണെങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് എനിക്കിതിൽ ഫീൽ ചെയ്തത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 frames ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളർ ഔട്ട്പുട്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത്. HDR പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടി നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 frames ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റിയും ഇത്തരത്തിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ സോഫ്റ്റ്നെസ് നമ്മുടെ ഒരു ഫേസിൽ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8+512GB 899 ഖത്തർ റിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 20,000 രൂപയാണ് വരുന്നത്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി ഡിസ്പ്ലേ ക്വാളിറ്റി സൂപ്പർബാണ്. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അത്യാവശ്യം നല്ലത് തന്നെയാണ്. എനിക്ക് പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ള 2 കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്തില്ല എന്നതും അതുപോലെ തന്നെ NFC ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തില്ല എന്നതും കൂടിയാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് 2000-3000 രൂപ അധികമായാൽ പോലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ
5G ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ വേറെ 11 ആയാലും ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എനിവേ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു സെയ്ദ് ഇർഷാദ്.